മാണിസാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കെ മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് കെ മാണി അന്ത്യവിശ്രമം കൊള്ളുക. വിവരങ്ങളുമായി പാലായിലെ മാണിയുടെ വസതിയിൽ നിന്ന് ശ്യാം ദേവരാജും സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ജി ശ്രീജിത്തും ചേരുന്നു. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, ഇപ്പോൾ ഭൗതികദേഹം എവിടെയാണുള്ളത്? വീട്ടിൽ നിന്നും ഭൗതികദേഹം എടുത്തു? ആൾക്കാരൊക്കെ ബാക്കിലേക്ക് ആൾക്കാരൊക്കെ ബാക്കിലേക്ക് മാറുമോ പ്ലീസ്? പോലീസിന്റെ ശ്രദ്ധയിൽ ഗേറ്റ് തുറന്ന പ്രവർത്തകര് ഈ വന്നിരിക്കുന്ന ആൾക്കാരെ പുറത്തോട്ട് ഇറക്കണം. ഇവിടെ നമുക്ക് പള്ളിയിലേക്ക് തിരിക്കേണ്ട സമയമായി. പോലീസ് ഭാരവാഹികൾ പറയുന്ന അനുസരിച്ച്, ഓഫീസേഴ്സ് പറയുന്ന അനുസരിച്ച് എല്ലാ പ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങണം. പോലീസ് അതിനുവേണ്ടി സഹായിക്കണം. പോലീസിന്റെ സഹായം ആവശ്യമാണ്. പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാവരെയും റോഡിലേക്ക് ഇറക്കുന്നതിന് വേണ്ടി സഹായിക്കണം. ഗേറ്റിൽ നിന്ന് ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല. അകത്തുള്ള പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്യണം. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇക്കാര്യത്തിൽ പരമാവധി പൂർണ്ണമായും സഹകരിക്കണം. പള്ളിയിലെ വൈകുന്നേരം ധ്യാനമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നഗര കാണിക്കൽ ചടങ്ങുണ്ട്. 2 ലൈനായി ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നീങ്ങി തുടങ്ങിയ 2 ലൈനായി ആൾക്കാർ മുന്നോട്ട് നീങ്ങി തുടങ്ങിയ അവനകത്ത് അപ്പുറത്തേക്ക് അടി മോളെ പറ്റുന്ന അനുശോചന യോഗം എവിടെയാണ്? ആൾക്കാരെ പുറകെ ശാന്തമായി മാറിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ട കാര്യം നിയന്ത്രിക്കണം. പുറത്തെ കാര്യങ്ങൾ പാർട്ടിക്കാരെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടി ഓൾ ഇന്ത്യൻസ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പുറത്തോട്ട് പോകണം. ആൾക്കാർ 2 ലൈനായി ക്യൂവായി മുന്നിലേക്ക് തന്നെ പോകട്ടെ. ായിട്ട് വരാൻ പാടില്ല. പള്ളിയിൽ കാര്യങ്ങൾ സൗകര്യം ഒരുക്കുന്നതായിരിക്കും. നമുക്ക് എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കുര്യൻ ജോസഫ് സാറ് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയിരിക്കാൻ ശ്രമിച്ചാൽ വരാന് സഹായിക്കുക. ദയവായി കെ മാണിയുടെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് ഭൗതികദേഹം മാറ്റും. അവിടെയാണ് കെ മാണി അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. ഇന്ന് ഉച്ചവരെയാണ് കരിമോഴക്കൽ വീട്ടിൽ അദ്ദേഹത്തിന്റെ
പൊതുദർശനം പറഞ്ഞിരുന്നുവെങ്കിലും നിരവധി ആളുകളാണ് ഇപ്പോഴും വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇപ്പോഴും സമയം വൈകുകയാണ്. പ്രിയ നേതാവിന് വിട ചൊല്ലാൻ നിരവധി പേരാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കും. അവിടെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ഇപ്പോൾ ശ്യാം ദേവരാജ് ചേരുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും. ശ്യാം, എപ്പോഴാകും പള്ളിയിലേക്ക് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്യാം, ഇപ്പോഴും വലിയ തിരക്കാണോ? അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേരാണോ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴായിരിക്കും പള്ളിയിലേക്ക് കൊണ്ടുപോവുക? കെ മാണിയുടെ ഭൗതികദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ നേതാക്കൾ, രാഷ്ട്രീയ രംഗത്തെ, കലാരംഗത്തെ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, നാട്ടുകാർ എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി, അവസാനമായി കാണാനായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അവിടെയുള്ളത്. ഉച്ചവരെയാണ് വീട്ടിൽ പൊതുദർശനം പറഞ്ഞിരുന്നത് എങ്കിലും ഇന്നലത്തെ പോലെ തന്നെ കാര്യങ്ങൾ വൈകുകയാണ്. ഇന്ന് 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് സമയം നിശ്ചയിച്ചിരുന്നത്. 3 മണിക്ക് സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഭൗതികദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിലാണുള്ളത്. അല്പസമയത്തിനകം അത് സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് മാറ്റും. അവിടെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെയാകും നടക്കുക. ശ്യാം ചേരുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും. ശ്യാം, എപ്പോഴാണ് ഭൗതികദേഹം പള്ളിയിലേക്ക് എത്തിക്കുക? വിശദാംശങ്ങൾ. കെ എം മാണിയുടെ മൃതദേഹം ശവസംസ്കാര ശുശ്രൂഷകൾക്കായി നഗരി കാണിക്കൽ ചടങ്ങിനുമായി വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. ഇവിടെ നിന്ന് മൃതദേഹം അല്പസമയത്തിനുള്ളിൽ വിലാപയാത്രയായി അങ്ങോട്ടേക്ക് പുറപ്പെടും. ഇതിനുള്ള ആംബുലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്, പ്രത്യേക വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേക വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നഗരി കാണിക്കൽ ചടങ്ങിനായി കൊണ്ടുപോകുന്നത്. ഇത് ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. പാലാ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇതിനുശേഷമാണ് കുടുംബാംഗങ്ങൾ, അതായത് കെ എം മാണിയുടെ ഭാര്യ കുട്ടിയമ്മ, 5 പെൺമക്കളും, ഒപ്പം ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ ഭാര്യയും ജോസ് കെ മാണിയുടെ ഭാര്യ ജോസ് കെ മാണിയും ഒപ്പം ചെറുമക്കളും അടങ്ങുന്ന വലിയ സംഘം കുടുംബാംഗങ്ങൾ അവരുടെ പ്രിയപ്പെട്ട കുടുംബനാഥന് അന്ത്യചുംബനം നൽകി. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്കെടുക്കുന്നത്. നഗരി കാണിക്കൽ ചടങ്ങാണ് അടുത്തത്. നഗരി കാണിക്കൽ ഈ പ്രദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക്, പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക്, പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക്, പുഷ്പാലങ്കൃതമായ വാഹനത്തിലേക്ക് മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റുന്നു. ഇതിനുശേഷം പാലായിലെ പാലായുടെ തെരുവിലൂടെ അദ്ദേഹം അവസാന യാത്ര നടത്തും. അദ്ദേഹത്തിന്റെ അവസാന യാത്രയാണ് ഇതുവഴി. കാരണം കഴിഞ്ഞ 54 വർഷം അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം പാല, അതിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം, ആ പാലായുടെ ഹൃദയത്തിലൂടെയാണ് അദ്ദേഹം കെ എം മാണിയുടെ വിലാപയാത്ര കടന്നുപോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ആ വിലാപയാത്ര ആരംഭിക്കും. നഗരി കാണിക്കൽ യാത്ര ആരംഭിക്കും. മൃതദേഹം
പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ആ വിലാപയാത്ര ആരംഭിക്കുകയും ചെയ്യും. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളാണ് മൃതദേഹത്തിനൊപ്പം സഞ്ചരിക്കുക. നൂറുകണക്കിന് പേരാണ് ഈ വാഹനത്തിന് അകമ്പടി സേവിക്കാനായി അല്ലെങ്കിൽ ഒപ്പം സഞ്ചരിക്കാനായി എത്തിയിട്ടുള്ളത്. നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. രാവിലെ 7:10 കെ.എം. മാണിയുടെ മൃതദേഹം ഇവിടെ എത്തിച്ചത്. കെ.എം. മാണിയുടെ മൃതദേഹം പാലായിലെ വീട്ടിൽ എത്തിച്ചത് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ നിരവധി പേർ എത്തി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ വിലാപയാത്ര ആരംഭിച്ചിരിക്കുന്നു. ആ വിലാപയാത്രയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ കവാടം കടന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് പാലാ നഗരത്തിലേക്ക് പോവുകയാണ്. ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ അകമ്പടിയായി പോകുന്നത്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പോകുന്നത്. ആ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി പേർ, നൂറുകണക്കിന് പേർ ഇനിയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വഴിയിലും വീട്ടിലുമെല്ലാം നൂറുകണക്കിന് പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും അന്തിമോപചാരം അർപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇനി അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയിൽ ബാക്കി സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകും എന്നാണ്, അത്തരമൊരു അവസരം നൽകുമെന്നാണ് പാർട്ടി നേതാക്കൾ നേരത്തെ അറിയിച്ചത്. കേരള കോൺഗ്രസിന്റെ നേതാക്കൾ നേരത്തെ അറിയിച്ചത്. നൂറുകണക്കിന് പേരാണ്, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അദ്ദേഹത്തിനെ യാത്രയാക്കുന്നത്. പാലായുടെ നഗരവീഥികളിലൂടെ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് കെ.എം. മാണിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 21 മണിക്കൂർ സമയമെടുത്താണ് എറണാകുളത്ത് നിന്നും പാലായിലെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട അന്തിമോപചാര ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ, കുടുംബാംഗങ്ങൾക്ക് അന്ത്യചുംബനം നൽകാനുള്ള അവസരം, അതെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പാലാ നഗരത്തിലൂടെ കടന്നു പോകുന്നത്. ആ വിലാപയാത്ര അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഇതിനി പാലയുടെ നഗര കേന്ദ്രത്തിലൂടെ വിവിധ ഇടങ്ങളിലൂടെ ആ യാത്ര കടന്നുപോകും. സെന്റ് തോമസ് കത്തീഡ്രലിൽ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്ത് അവിടെ എത്തും എന്നാണ് പാർട്ടി നേതാക്കൾ, കേരള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം ഏതാണ്ട് 2-3 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് എത്താവുന്ന ദൂരം 21 മണിക്കൂർ കൊണ്ടാണ് പാലായിലേക്ക് അദ്ദേഹത്തിന്റെ അവസാന യാത്ര, അന്ത്യയാത്ര ആരംഭിച്ചത്, വിലാപയാത്ര ആരംഭിച്ചത്. അത്രയും സമയമെടുത്തു, അത്രയും സുദീർഘമായ സമയമെടുത്തു. അതുപോലെ തന്നെ ഇനിയും ഈ യാത്രയിലും ഇനിയും ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും എന്നാണ് കരുതുന്നത്. കാരണം നിരവധി പേർ ഇനിയും വഴിയോരങ്ങളിൽ, പാതയോരങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതിനായി നൂറുകണക്കിന് പേർ ഇനിയും കാത്തു നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം, ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പാലായിലെ പള്ളിയിലേക്ക്, സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക്. ഈ കത്തീഡ്രലിലേക്കുള്ള ദൂരത്തിൽ ദൂരം 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. പക്ഷേ എത്ര സമയം കൊണ്ട് അങ്ങ് വരെ എത്തും എന്ന കാര്യം ഇനിയും നമ്മൾ കാണേണ്ടതുണ്ട്. പോകുന്ന വഴികളിലൊക്കെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. കെ.എം. മാണിയുടെ ഭൗതികദേഹമായുള്ള വിലാപയാത്ര അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. സെന്റ് മേരീസ് കത്തീഡ്രലിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ വിലാപയാത്ര. വലിയ തിരക്കാണ് റോഡിനിരുവശത്തും ഇപ്പോഴും ഉള്ളത്.
കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയ്ക്ക് 21 മണിക്കൂർ എടുത്തെങ്കിൽ ഇനി സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്ര സമയം കൊണ്ട് എത്താനാകും എന്ന കാര്യത്തിൽ ആർക്കും പറയാനാകാത്ത വിധം ആ സമയം അങ്ങനെ നിൽക്കുന്നു. അത്രയധികം ആളുകളാണ് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി പാലായിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹവുമായുള്ള വിലാപയാത്ര അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പാലായിലൂടെ മാണി സാർ അവസാന യാത്ര നടത്തുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര സമയമെടുത്ത് പള്ളിയിലേക്ക് വിലാപയാത്ര എത്തും എന്ന കാര്യം ആർക്കും പറയാനാകില്ല. നൂറുകണക്കിന് ആളുകളാണ് വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിരവധി പേർ ഇപ്പോൾ പാലായിൽ എത്തിയിട്ടുണ്ട്. പ്രമുഖരടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വസതിയിലേക്ക് എത്തിയിരുന്നു. വളരെ വികാരഭരിതമായ അന്തരീക്ഷമായിരുന്നു കരിങ്ങോഴയ്ക്കൽ വീട്ടിലെത്തിച്ചപ്പോൾ ഉണ്ടായത്. എന്നെ തഴുകിയ പൂണ്ടെന്നലേ എനിക്കായി പാടിയ പൂങ്കുയിലുകളെ എന്നെ തഴുകിയ പൂണ്ടെന്നലേ മഞ്ഞേ മഴയേ മേഘങ്ങളേ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു മഞ്ഞേ മഴയേ മേഘങ്ങളേ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴിയിലെ ഞാൻ തിരികെ വരില്ല ഈ വഴിയിൽ നിന്റെ അന്ത്യയാത്ര ആരടി മണ്ണിൽ ഒതുങ്ങിട ഉടയവനോടി ഞാനിറങ്ങി ഇന്നലെ പോലും കണ്ടു ചിരിച്ചൊരു പൂവുകളെ പൂമ്പാറ്റകളെ ഇന്നലെ പോലും കണ്ടു ചിരിച്ചൊരു പൂവുകളെ പൂമ്പാറ്റകളെ താഴ്വരയിലെ ചോലകളെ യാത്ര ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു താഴ്വരയിലെ ചോലകളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴി ഞാൻ തിരികെ വരില്ല ഈ വഴിയിൽ നിന്റെ അന്ത്യയാത്ര ആരടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോടി ഞാനിറങ്ങി ഈ വഴിയിൽ കെ മാണിയുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കത്തീഡ്രലിലേക്ക് എത്തുകയാണ്. സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും ജി ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? പ്രാർത്ഥനാ ചടങ്ങുകൾ എപ്പോൾ തുടങ്ങും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
അശ്വതി, ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് കെ.എം. മാണിയുടെ വസതിയും പാലാ സെന്റ് തോമസ് കത്തീഡ്രലും തമ്മിൽ. ഇവിടേക്ക് പതുക്കെയാണ് ഈ വിലാപയാത്ര എത്തുന്നത്. ഏതാണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇവിടേക്ക് വിലാപയാത്ര എത്താൻ താമസമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം പള്ളിക്കുള്ളിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകുക. ഇത് ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീറോ മലങ്കര സഭയുടെ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. ഇതിനകം തന്നെ കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേകം ഈ മൃതദേഹം കിടത്തുന്നതിന് പ്രത്യേകം വേദി സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബന്ധുക്കളടക്കമുള്ളവർ, വിവിധ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളവരെ കൊണ്ടൊക്കെ പള്ളി അങ്കണം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി സെമിത്തേരി ഉള്ളത്. ഇവിടെയും കല്ലറ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ മുൻപ് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെയും ചെറിയ ചടങ്ങുകൾ, ഈ സംസ്കാരത്തിന് തൊട്ടു മുന്നോടിയായി ചെറിയ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പോലീസിൻ്റെ അന്ത്യാഭിവാദ്യം ഇവിടെ നിന്ന് ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും ഒരു മണിക്കൂറൂടെ കഴിഞ്ഞാൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ ഈ വരുന്ന വഴികളിലൊക്കെയും വലിയ സഞ്ചയം തന്നെയാണുള്ളത്. ഏതാണ്ട് പാല പൂർണ്ണമായും ഈ കത്തീഡ്രൽ പള്ളിയിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണുള്ളത്. കെ.എം. മാണിക്ക് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യയാത്ര നൽകുന്ന അതിൽ പാല പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങോട്ടുള്ള വഴികളിലെല്ലാം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും കെ.എം. മാണിയുടെ ചിത്രം ആലേഖനം ചെയ്ത് വിവിധ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവാണ് കെ.എം. മാണി എന്നത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ വഴിവക്കിലെ ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും മറ്റുമുള്ളത്. അങ്ങനെ പാല പൂർണ്ണമായും കെ.എം. മാണിക്ക് തങ്ങളുടെ സ്നേഹം തിരിച്ചു നൽകുന്ന, ഏറ്റവും അവസാനമായി സ്നേഹം തിരിച്ചു നൽകുന്നതാണ്. ഏതാണ്ട് 65 മുതൽ ഒരു ജനപ്രതിനിധി മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലം പാലയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതയാണ്. കെ.എം. മാണി അത്രയും പ്രിയപ്പെട്ടവനാണ്. ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ ചടങ്ങുകളിലും, അത് വിവാഹമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, പാലുകാച്ചൽ ചടങ്ങായിക്കോട്ടെ, മറ്റ് വീടുകളിൽ നടക്കുന്ന ചെറിയ ചടങ്ങുകളിൽ പോലും വിളിച്ചും വിളിക്കാതെയും ഒക്കെ ഓടിയെത്തുന്ന കെ.എം. മാണിയാണ്. അത് വർഷങ്ങളായി പാലക്കാരുടെ കാണുന്ന ഒരു ശീലമാണ്. അവരുടെ മരണ ചടങ്ങുകളിൽ ദുഃഖിച്ചും സന്തോഷം പങ്കുവച്ചും ഒക്കെ കെ.എം. മാണി നിറഞ്ഞു നിൽക്കുന്ന ഒരു 54 വർഷമാണ് ഏതാണ്ട് കടന്നു പോയിരിക്കുന്നത്. അത്രയും കാലം അദ്ദേഹം ഈ ഒരു ജനപ്രതിനിധിയായും ഒക്കെ തന്നെ 50-ലധികം വർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാല. ആ പാല തങ്ങളുടെ പ്രിയ നേതാവിന്, തങ്ങളുടെ ഒരേ ഒരു ജനപ്രതിനിധി എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു നേതാവാണ് ഇതുവരെ പാലയ്ക്കുണ്ടായിരുന്നത്. ആ നേതാവിന് വിട ചൊല്ലുകയാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ മണ്ഡലത്തിനും ഇത്രത്തോളം ഇനിയൊരു ചരിത്രം ഉണ്ടാകുമോ എന്ന് പോലും പറയാനാകില്ല. അത്രത്തോളം പാലയും കെ.എം. മാണിയും ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു നേതാവിനാണ് സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിനകം പള്ളിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ പ്രകാശരശ്മികൾ പതിച്ചതിനെ ചൊല്ലി വിവാദം. രാഹുൽ ഗാന്ധിയെ സ്പൈർ തോക്ക് ഉപയോഗിച്ച് അഭയപ്പെടുത്താൻ ശ്രമിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ രാഹുലിന്റെ ശരീരത്തിൽ പ്രകാശരശ്മി വീണത് മൊബൈൽ ക്യാമറയിൽ നിന്നാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി. AICC ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ നിന്നുള്ള രശ്മികളാണ് ഇവയെന്നും ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? കോൺഗ്രസിന്റെ ആശങ്ക പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വക്താവ് തന്നെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് കോൺഗ്രസിന്റെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ തലയിലും ചെന്നിയിലും ചെവിക്ക് സമീപത്തുമൊക്കെയായി കണ്ട പച്ച വെളിച്ചം അത് ലേസർ അല്ല, മറിച്ച് ഒരു മൊബൈലിൽ നിന്ന് ഉള്ളതാണ്. മൊബൈൽ ഫോണിൽ നിന്നുള്ള വെളിച്ചമാണ്. AICC ഫോട്ടോഗ്രാഫർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ പച്ച വെളിച്ചം രാഹുലിന്റെ മേൽ പതിച്ചത്. അല്ലാതെ ഇതിൽ അദ്ദേഹത്തിന് വധഭീഷണി ഉള്ളതായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുരക്ഷാ ഭീഷണി
അങ്ങനെയുള്ളതായോ ഒന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. SPG മേധാവി തന്നെ ഇക്കാര്യം പരിശോധിച്ചിട്ടുണ്ട്. SPG ACCയിലെ ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചു. ആ ഫോണിൽ നിന്നാണ് ഈ വെളിച്ചമെന്ന കാര്യം അതിലൂടെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറ്റു ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല, സുരക്ഷാ പാളിച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത്. ഇന്നലെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, അഹമ്മദ് പട്ടേൽ, രൺദീപ് സുർജേവാല എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചത്. ആ കത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വധഭീഷണിയുണ്ട്, ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിയും ഒക്കെ അപായപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സമാനമായ രീതിയിൽ രാഹുലിനും വലിയ ഭീഷണിയുണ്ട്. പച്ച വെളിച്ചം 7 തവണകളായി രാഹുൽ ഗാന്ധിക്ക് മേൽ പതിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ സുരക്ഷാ വിദഗ്ധരുമായി ചർച്ച ചെയ്തപ്പോൾ രാഹുലിനെ വകവരുത്തുന്നതിനായി ഒളിത്തോക്കിൽ നിന്നും വന്നതാകാം, ലേസർ രശ്മികളാകാം പതിച്ചതെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. അനുബന്ധ സുരക്ഷ ഒരുക്കുന്ന UP പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതേപ്പറ്റി അന്വേഷിക്കണം, മറ്റ് സുരക്ഷാ ഭീഷണികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തടയണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയം പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്നും പുറത്തു വന്ന വീഡിയോ ഉപയോഗിച്ചാണ് ഈ പരിശോധനയും അന്വേഷണവും നടത്തിയതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും SPGയുടെയും വിശദീകരണം. ശരി, M. ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അഴിമതിയെക്കുറിച്ചുള്ള തുറന്ന സംവാദത്തിന് വീണ്ടും നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായാലും ചർച്ചയ്ക്ക് തയ്യാറാണ്. റഫാൽ ഇടപാടിൽ തന്റെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. And I am ready for an open debate with the Prime Minister. Wherever he wants, I'll come to Racecourse Road. And I challenge him for a debate on corruption. And I guarantee you, the day Narendra Modi has a debate with me on corruption is the day Narendra Modi will not be able to look into the eyes of anybody in this country. മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് മാണി അന്ത്യവിശ്രമം കൊള്ളുക. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര ഏകുവാനായി പാലായിൽ ഉള്ളത്. പാലാ അദ്ദേഹത്തിന്റെ പ്രിയ നേതാവിന് വിട ചൊല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. നിരവധി പേരാണ് വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ ഭൗതികദേഹം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിലാപയാത്രയ്ക്കൊപ്പം ശ്യാം ഉണ്ട്, നമ്മുടെ പ്രതിനിധി. ശ്യാം, ഇപ്പോൾ എവിടെ എത്തി യാത്ര? എപ്പോഴേക്കും കത്തീഡ്രലിൽ എത്തിച്ചേരാനാകുമെന്നാണ് പ്രതീക്ഷ? മാണിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പാലാ നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊട്ടാരമറ്റം ജംഗ്ഷനിലേക്കാണ് ഇനി എത്താനുള്ളത്. ഇതിനുശേഷം ആശുപത്രി ജംഗ്ഷൻ വഴി അതുവഴി പൊൻകുന്നം പാലത്തിലേക്ക് കടക്കും. പൊൻകുന്നം പാലത്തിന് അപ്പുറത്താണ് ഈ പൊൻകുന്നം വഴിത്തേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്താണ് കത്തീഡ്രൽ. ആ കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് ആകെ 2 കിലോമീറ്ററോളം ദൂരം ഈ മാണിയുടെ വസതിയിൽ നിന്നും കത്തീഡ്രലിലേക്കുണ്ട്, ചർച്ചിലേക്കുണ്ട്. ആ 2 കിലോമീറ്ററിലധികം ദൂരമാണ് വിലാപയാത്ര കടന്നു പോകുന്നത്. കഴിഞ്ഞ 54 വർഷം പാലായെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ് മാണി. മാണി എന്നാൽ പാല എന്നാൽ മാണി, അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നതും അങ്ങനെയാണ് ഒരു ചൊല്ല് തന്നെ രൂപപ്പെട്ടതും. അങ്ങനെയുള്ള പാല നിയമസഭാ നിയോജകമണ്ഡലം രൂപപ്പെട്ട ശേഷം എല്ലാ തവണയും കഴിഞ്ഞ 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലായെ പ്രതിനിധീകരിച്ചത് ഒരൊറ്റ അംഗം മാത്രമാണ്, ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അത് മാണിയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലായും മാണിയും തമ്മിലുള്ള ഏറ്റവും അഭേദ്യമായ ബന്ധവും. പാല തൻ്റെ 2ാം ഭാര്യയാണ് എന്നാണ് മാണി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. ആദ്യ ഭാര്യ കുട്ടിയമ്മ, 2ാം ഭാര്യ പാല എന്നാണ് മാണി പറഞ്ഞത്. അത്രയ്ക്കും ഹൃദയബന്ധമുള്ള ഒരു നാടാണ് പാല. ആ പാലായിലൂടെയാണ് മാണിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വഴിക്ക് ഇരുവശവും അന്തിമോപചാരം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ
നൂറുകണക്കിന് പേരാണ്, ആയിരക്കണക്കിന് പേരാണ് പാതയുടെ ഇരുവശത്തും നിൽക്കുന്നത്, അന്തിമോപചാരം അർപ്പിക്കാനായി നിൽക്കുന്നത്. കാരണം പാലായിലെ നാട്ടുകാർക്ക്, പാലാക്കാർക്ക് KM മാണി ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധി കൂടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഒക്കെ ഉയരുമ്പോഴും, ഒരുപക്ഷെ ബാർക്കോഴ കേസ് അല്ലെങ്കിൽ അഴിമതി കേസ്, അഴിമതി ആരോപണങ്ങൾ ഒക്കെ ഉയർന്നപ്പോഴും പാല അദ്ദേഹത്തിനൊപ്പം നിന്നു. ഏറ്റവും കലുഷിതമായ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടമാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയാണ് പാല KM മാണിയെ തന്നെ വീണ്ടും നിയമസഭയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ പാലക്കാർക്ക് KM മാണിയോട് അതിരറ്റ ഹൃദയബന്ധമുണ്ട്. അതുപോലെ ഹൃദയബന്ധം തിരിച്ച് പാലായ്ക്കുമുണ്ട്. പാലായുടെ വികസനത്തിന്, അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ വികസനത്തിന്, മധ്യകേരളത്തിൻ്റെ വികസനത്തിന്, കോട്ടയത്തിൻ്റെ വികസനത്തിന്, പ്രത്യേകിച്ചും പാലായുടെയൊക്കെയും വികസനത്തിന് KM മാണി മാത്രമാണ്, ഒരുപക്ഷെ KM മാണി തന്നെയാണ്, KM മാണി മാത്രമാണ് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത്. അതിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും കഠിന പ്രയത്നം ചെയ്തിട്ടുള്ള മനുഷ്യനും ജനപ്രതിനിധിയും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പാലായിലൂടെ കടന്നു പോകുമ്പോൾ പാലക്കാർ ഉറപ്പായും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കേണ്ടതുണ്ട്. ആ അന്തിമോപചാരമാണ് പാതയുടെ ഇരുവശത്തും, അദ്ദേഹത്തിന്റെ മൃതശരീരം വിലാപയാത്രയായി കടന്നു പോകുന്ന പാതയുടെ ഇരുവശത്തും നിന്ന് നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നത് പാർട്ടി, പ്രത്യേകിച്ചും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടിക്കാർ, കേരള കോൺഗ്രസുകാർ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളികളോടെയാണ് യാത്രാമൊഴി ചൊല്ലുന്നത്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, മാണി സാർ മരിക്കുന്നില്ല. കാരണം മാണി സാർ എന്നത്, KM മാണി എന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. പക്ഷേ KM മാണി എന്നല്ല, പാലക്കാർക്കും പ്രത്യേകിച്ചും കേരള കോൺഗ്രസുകാർക്കും പാലക്കാർക്കുമെല്ലാം KM മാണി സാറാണ്. അതുകൊണ്ട് തന്നെ മാണി സാറിനോടുള്ള ആ ഒരു സ്നേഹം അവർ ആ മുദ്രാവാക്യം വിളിയിലൂടെ, ആ വാക്കുകളിലൂടെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അത്തരമൊരു മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടുകൂടിയാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഇപ്പോൾ കൊട്ടാരമറ്റം ജംഗ്ഷനിലേക്ക് വിലാപയാത്ര എത്തുന്നു. നൂറുകണക്കിന് പേർ ആണ് ഈ വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത്. പാതയുടെ ഇരുവശത്തും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അന്ത്യയാത്ര നൽകാൻ നൂറുകണക്കിന് പേരുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളിൽ ഒക്കെ ഉൾപ്പെടെ അതിന്റെ മുകളിലും താഴെയും മുകളിലുമൊക്കെ നൂറുകണക്കിന് പേർ, ഈ സമീപത്തെ സ്ഥാപനങ്ങളിലൊക്കെയുള്ളവർ, അവിടുത്തെ ജീവനക്കാരൊക്കെയും നാട്ടുകാരും ഒക്കെയും സ്ത്രീ പുരുഷ ഭേദമന്യേ, കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവർ, അത്തരം ഭേദമന്യേ നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ കണ്ണീരോടെയാണ് തങ്ങളുടെ പ്രിയ നേതാവിന് വിട ചൊല്ലുന്നത്. ഇപ്പോൾ കൊട്ടാരമറ്റം ജംഗ്ഷനിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. ഇനി ഇത് ആശുപത്രി ജംഗ്ഷനിലേക്ക് പോകും. ആശുപത്രി ജംഗ്ഷനിലേക്ക് നിന്നുമാണ് വലത്തേക്ക് തിരിഞ്ഞ് പൊൻകുന്നം റോഡിലേക്ക് കയറുന്നത്. പൊൻകുന്നത്തേക്ക് ഒരു പാലമുണ്ട്. അതായത് ഈ പാലാ നഗരത്തിലെ പാലവും റോഡുകളും എല്ലാം സർവത്ര വികസനത്തിന്റെയും ഉടമ KM മാണിയാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം KM മാണിയുടെ പേരുണ്ട്, KM മാണിയുടെ കയ്യൊപ്പുണ്ട്. പാല എന്ന ഗ്രാമത്തെ, അല്ലെങ്കിൽ ആ നാടിനെ അറിയപ്പെടുന്നത് തന്നെ KM മാണിക്കൊപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലൂടെ അദ്ദേഹം അന്ത്യയാത്ര നടത്തുമ്പോൾ, അന്ത്യയാത്രയ്ക്ക് ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഇരുവശത്തു നിന്നും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്നത്. കഴിഞ്ഞ 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും, അതായത് 1965 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലായെ പ്രതിനിധീകരിച്ച ഏക ജനപ്രതിനിധിയാണ് KM മാണി. KM മാണി മാത്രമാണ് പാലായെ ഇതുവരെയും, പാലാ നിയമസഭാ നിയോജകമണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ പാലായെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്, നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. 54 വർഷത്തെ സുദീർഘമായ, അരനൂറ്റാണ്ട് പിന്നിട്ട സുദീർഘമായ നിയമസഭാ സാമാജികൻ എന്ന പാരമ്പര്യവും KM മാണിക്കുണ്ട്. അദ്ദേഹം കേരള നിയമസഭയിലെ, പാലായിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തുമ്പോൾ കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നു 13 തവണ, നിരവധി തവണ ധനമന്ത്രിയായി. KM മാണിയുടെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര പാല ടൗണിലൂടെ കത്തീഡ്രലിലേക്ക് എത്തുകയാണ്. വലിയ ജനക്കൂട്ടമാണ് വിലാപയാത്രയ്ക്ക് ഒപ്പമുള്ളത്. ഇപ്പോൾ സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നും G. ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? മാണി സാറിനെ ഏറ്റുവാങ്ങാൻ സെന്റ് തോമസ് കത്തീഡ്രൽ ഒരുങ്ങിക്കഴിഞ്ഞു.
തീർച്ചയായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അശ്വതി. കത്തീഡ്രൽ പള്ളിക്കുള്ളിൽ ഇതിനകം തന്നെ ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. തൊട്ടടുത്തുള്ള സെമിത്തേരിയിലേക്കും ആളുകൾ എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ആദ്യം മൃതദേഹം എത്തുക പള്ളിയിലേക്കാണ്. പള്ളിയിൽ അവിടെ പ്രത്യേകം ഈ മൃതദേഹം വെക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ചില സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അതിൽ വെച്ച ശേഷമായിരിക്കും പ്രാർത്ഥന ഉണ്ടാകുക. ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത് ഈ പള്ളി സെമിത്തേരിയുണ്ട്, സെമിത്തേരിയിലേക്ക് എത്തിക്കും. ഇവിടെ വെച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി എന്ന നിലയിൽ ഗാർഡ് ഓഫ് ഓണർ അന്ത്യാഭിവാദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം ആകെ ചടങ്ങുകൾ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. പള്ളിയിലെ പ്രാർത്ഥനയും തുടർന്നുള്ള സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിനകം തന്നെ പള്ളി സെമിത്തേരിയിലേക്ക് വലിയ തോതിൽ ജനങ്ങൾ എത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിശാലമായ സെമിത്തേരി ആണുള്ളത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ വിലാപയാത്രയ്ക്കൊപ്പം എത്തുന്ന ജനസഞ്ചയം അത് ഇവിടേക്ക് കയറുന്ന സമയത്ത് അതൊരു വലിയ തിരക്കായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പാലാ പ്രിയപ്പെട്ട KM മാണിക്ക് വിട നൽകുകയാണ്. KM മാണി ഒരു ദിവസം തന്നെ നിരവധി തവണ സഞ്ചരിച്ചിരുന്ന വഴികളിലൂടെ KM മാണി തൻ്റെ അന്ത്യയാത്ര നടത്തുന്നു. ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ പള്ളിയും ഈ ഒരു വീടും തമ്മിലുള്ളത്. എല്ലാ നിർണായക തീരുമാനങ്ങൾക്കിടയിലും KM മാണി തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രാർത്ഥനകൾ നടത്തിയിരുന്ന ആൾ. അങ്ങനെ പ്രാർത്ഥനയ്ക്കായി ഓടിയെത്തുന്ന പ്രിയപ്പെട്ട പള്ളി, ആ ഒരു പള്ളിയിലേക്ക് തൻ്റെ അന്ത്യനിദ്രയ്ക്കായി KM മാണി എത്തുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ ഒരു വിലാപയാത്ര ഇവിടെ എത്തേണ്ട താമസം മാത്രമാണുള്ളത്. അതിന് ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കും. എന്തായാലും മലങ്കര സഭയുടെ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെ കുടുംബ കല്ലറ ഒരുക്കിയിട്ടുണ്ട്. 1025 നമ്പർ കല്ലറയാണ് KM മാണിക്കായി ഒരുക്കിയിരിക്കുന്നത്. അത് കുടുംബ കല്ലറ കൂടിയാണ്. അങ്ങനെ ആ ഒരു കല്ലറയിലേക്ക് അന്ത്യവിശ്രമത്തിനായി KM മാണി എത്തുകയാണ്. ഏതാണ്ട് വർഷങ്ങളായി ബന്ധമുള്ള തൻ്റെ പള്ളിയിലേക്ക്, ഒരുപക്ഷെ മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് ഈ ഒരു നഗരത്തിലേക്ക് താമസം മാറ്റിയത് മുതൽ KM മാണി പ്രാർത്ഥനയ്ക്കായി ഏറ്റവും പ്രധാനമായി എത്തിയിരുന്ന പള്ളിയാണ് കത്തീഡ്രൽ പള്ളി. അവിടേക്ക് അന്ത്യവിശ്രമത്തിനായി KM മാണി എത്തുകയാണ്. തൻ്റെ ഇടവക പള്ളിയിലേക്ക് അന്ത്യവിശ്രമത്തിനായി KM മാണി എത്തുന്നു എന്നതാണ് ഈ നിമിഷം വൈകാരികമായി പാല വിട നൽകുന്നു. വലിയൊരു ജനസഞ്ചയം. ഒരുപക്ഷെ ഈ വിലാപയാത്രയിൽ ഇന്ന് പാലയിൽ കാണുന്ന ഈ ഒരു വിലാപയാത്ര തന്നെ അദ്ദേഹത്തിന് KM മാണി പാലയ്ക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുന്നതാണ്. വലിയൊരു ജനസഞ്ചയം തന്നെ ഒഴുകി വരികയാണ്. ഒരു പുഴ പോലെ ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് ഇവിടെയും ഈ സെമിത്തേരി ആദ്യം കത്തീഡ്രലിലാണ് ചടങ്ങ് നടക്കുന്നതുകൊണ്ട് തന്നെ പള്ളി ഹാളിനുള്ളിൽ വലിയ ജനസഞ്ചയം ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത സെമിത്തേരിയിലേക്കും ഏതാണ്ട് ആളുകൾ ഇവിടേക്ക് എത്തും. ഇവിടെ ഈ പൂർണ്ണമായും പന്തലിട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സംസ്കാരം നടക്കുന്ന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനടക്കം കയറുകൾ കെട്ടി തിരിച്ചുകൊണ്ടടക്കം കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KM മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം സെന്റ് തോമസ് കത്തീഡ്രലിൽ ആരംഭിക്കും. G. ശ്രീജിത്താണ് ആ വിവരങ്ങൾ നൽകിയത്. തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് KM മാണി അന്ത്യവിശ്രമം കൊള്ളുക. എല്ലാ ഒരുക്കങ്ങളും കത്തീഡ്രലിൽ പൂർണ്ണമായി. അതേസമയം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പാലാ ടൗണിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി പാലാ ടൗണിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. നിരവധി പേർ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് വളരെ പതുക്കെയാണ് വിലാപയാത്ര കത്തീഡ്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തിയാൽ ഉടൻ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്നാകും ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. നിരവധി ആളുകളാണ് വിലാപയാത്രയ്ക്കൊപ്പം അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. രാവിലെ 7 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ എത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ നേതാക്കളടക്കം പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിയത്.
ഇപ്പോൾ പാലാ പ്രിയ നേതാവിന് വിട ചൊല്ലുന്ന വികാരഭരിതമായ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കടകളടച്ചിട്ടും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്, യാത്രാമൊഴിയേകുകയാണ് പാല. നിരവധി ആളുകളാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത്. അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ചത്. അല്പസമയത്തിനകം പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് വിലാപയാത്രയെത്തും. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ ഇപ്പോൾ നഗരം കാണിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അദ്ദേഹത്തെ കാണാനായി നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര ചൊല്ലാനായി പാലാ നഗരത്തിൽ ഉള്ളത്. വിലാപയാത്രയ്ക്കൊപ്പവും നിരവധി പേർ ഉണ്ട്. പുഷ്പാലങ്കൃതമായ വാഹനത്തിൽ കെ എം മാണി അന്ത്യയാത്ര ചെയ്യുകയാണ് പാലാ നഗരത്തിലൂടെ. അല്പസമയത്തിനകം വിലാപയാത്ര സെന്റ് തോമസ് കത്തീഡ്രലിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ശ്യാം ദേവരാജ് ഇപ്പോൾ ചേരുന്നു. ശ്യാം, ഇപ്പോൾ വിലാപയാത്ര എവിടെയാണ് എത്തിയിട്ടുള്ളത്? ഇനി എത്ര സമയമെടുക്കും കത്തീഡ്രലിലേക്ക്? ഇപ്പോൾ കെ എം മാണിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പിന്നിട്ടു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് മുന്നിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുശേഷം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലൂടെയാണ് അടുത്തത് കടന്നു പോവുക. ഇതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ താലൂക്ക് ആശുപത്രിക്ക് സമീപമെത്തും, ജനറൽ ആശുപത്രിക്ക് സമീപമെത്തും. അവിടെ നിന്നുമാണ് വലത്തേക്ക് തിരിഞ്ഞ് പൊൻകുന്നം റോഡിലേക്ക് കയറുന്നത്. പൊൻകുന്നം റോഡിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് സെൻറ് തോമസ് കത്തീഡ്രലിലേക്കുള്ള ദൂരം. പാലായുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രിയപ്പെട്ട ജനപ്രതിനിധി കെ എം മാണി എന്ന മാണിസാറിന് പാല അതീവ വികാരനിർഭരമായ രീതിയിലാണ് വിട നൽകുന്നത്. പാതയ്ക്ക് ഇരുവശവും വിലാപയാത്രയ്ക്കൊപ്പം ആയിരങ്ങളുണ്ട്. ഒപ്പം പാതയ്ക്ക് ഇരുവശവും 100 കണക്കിന് പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസാനമായി ഇവിടെ നമുക്ക് കാണാൻ ഒക്കെ പാതയ്ക്ക് ഇരുവശവും 100 കണക്കിന് പേരാണ് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ അത് പൊൻകുന്നം റോഡിലേക്ക് തിരിയും. ഏതാണ്ട് ഇനിയൊരു 1.5 കിലോമീറ്ററോളം ദൂരം ഇനിയും ഉണ്ട്, അങ്ങോട്ടേക്ക് എത്താനുണ്ട്. കഴിഞ്ഞ 54 വർഷമായി പാലായുടെ ജനപ്രതിനിധിയാണ് കെ എം മാണി. പാലാ നിയമസഭാ നിയോജകമണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ പാലായുടെ ജനപ്രതിനിധിയാണ്. അങ്ങനെയുള്ള കഴിഞ്ഞ തുടർച്ചയായ, അതും 13 തവണ എന്നത് തുടർച്ചയായ 13 തവണയാണ്. അത് അത്രയും ഹൃദയബന്ധമുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ നാടാണ് പാല എന്നത് തൻ്റെ 2ാം ഭാര്യയാണ് എന്നാണ് കെ എം മാണി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പാല എന്നാൽ കെ എം മാണിയും, കെ എം മാണി എന്നാൽ പാലായും അങ്ങനെയാണ് അറിയപ്പെടുന്നതും. പാലായുടെ ഏറ്റവും പൂർണ്ണമായും പാലാ നിയമസഭാ നിയോജകമണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ ജനപ്രതിനിധിയായിരുന്ന കെ എം മാണിക്ക് പാലാ അതിൻ്റെ അന്ത്യയാത്ര നൽകുകയാണ്. ഇപ്പോൾ നഗരി കാണിക്കൽ ചടങ്ങാണ് പുരോഗമിക്കുന്നത്. നേരത്തെ രാവിലെ 7:15 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാലായിലുള്ള കരിങ്ങോഴക്കൽ വീട്ടിൽ കെ എം മാണിയുടെ മൃതദേഹം എത്തിച്ചത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട 3 മണിവരെ നീണ്ട പൊതുദർശനത്തിന് ശേഷമാണ് അവിടുന്ന് മൃതദേഹം വിലാപയാത്ര തുടങ്ങിയത്. അവിടെ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ മണ്ഡലങ്ങളിലെ പ്രമുഖർ കെ എം മാണിയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, CPM നേതാക്കൾ, BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമുദായിക നേതാക്കളും ഉൾപ്പെടെയുള്ളവർ, സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകളാണ് KM മാണിക്ക് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ഇതിനുശേഷം ഏതാണ്ട് 12:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിന് ഉള്ളിലേക്ക് മാറ്റി. അതായത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ വസ്ത്രം അണിയുന്നതിനും ബാക്കി ശുശ്രൂഷകൾ, കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് അരമണിക്കൂറോളം സമയമെടുത്തത്. അതിനുശേഷം 1 മണിയോടുകൂടി പൊതുദർശനം പുനരാരംഭിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. പാലാ രൂപത അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട് ഫാദർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ. 1 മണിക്കൂറോളം നീണ്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട കുടുംബനാഥന് യാത്രയപ്പ് നൽകി, അന്ത്യചുംബനം നൽകി. ആദ്യം കുട്ടിയമ്മയും, KM മാണിയുടെ ഭാര്യ കുട്ടിയമ്മ, ഒപ്പം പെൺമക്കളും 5 പെൺമക്കളും, ഒപ്പം മകനായ ജോസ് KM മാണിയും മകൻ്റെ ഭാര്യ നിഷയും ചെറുമക്കളുമെല്ലാം അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി. ആ അന്ത്യചുംബനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഏതാണ്ട് 3:05 അവിടെ നിന്നും പുറപ്പെട്ടത്. ആ വിലാപയാത്ര ഇപ്പോഴും തുടരുകയാണ്. ഇനിയും വീട്ടിൽ തന്നെയും നിരവധി പേർ, 100 കണക്കിന് പേർ ഇനിയും അന്തിമോപചാരം അർപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആ അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കാൻ നിരവധി പേർ ഇനിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ പള്ളിയിൽ, കത്തീഡ്രലിൽ അവസരമുണ്ടാകും എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞതിന് ശേഷമാണ് മൃതദേഹം അവിടെ നിന്ന് വിലാപയാത്ര ആരംഭിച്ചത്. ആ വിലാപയാത്രയ്ക്കൊപ്പം അദ്ദേഹത്തിന് അന്തിമോപചാരം നൽകുവാൻ നിരവധി പേർ, 100 കണക്കിന് പേർ ഉണ്ടായിരുന്നു. വീടിന് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിലാപയാത്ര ആരംഭിച്ചത്. വിലാപയാത്ര ആരംഭിക്കുമ്പോൾ ആ വിലാപയാത്ര കഴിഞ്ഞ 50 മിനിറ്റോളമായി ആ വിലാപയാത്ര തുടരുകയാണ്. ഇപ്പോൾ ആശുപത്രി ജംഗ്ഷനിലേക്കാണ് ആ വിലാപയാത്ര കടന്നു വരുന്നത്. ഇനി ഇവിടെ നിന്നും വലത്തേക്കുള്ള വഴിയിലാണ് പൊൻകുന്നം റോഡിലേക്കാണ് തിരിയുന്നത്. പൊൻകുന്നം റോഡിലേക്ക് തിരിഞ്ഞ് വിലാപയാത്ര അങ്ങോട്ടേക്ക് പോകും. കുറച്ചുകൂടി മുന്നോട്ട് പോയതിനു ശേഷമാകും വിലാപയാത്ര തിരിഞ്ഞ് പൊൻകുന്നം റോഡിലേക്ക് പോകുക. പാതയുടെ ഇരുവശത്തും 100 കണക്കിന് പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുവാൻ ഒക്കെ കാത്തു നിൽക്കുന്നത്. ശ്യാമിലേക്ക് മടങ്ങിയെത്താം. KM മാണിയുടെ ഭൗതികദേഹവുമായുള്ള വിലാപയാത്ര സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തും. ശ്രീജിത്ത് ചേരുകയാണ് ആ പള്ളിയിൽ നിന്നും. ശ്രീജിത്ത്, പള്ളിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എത്രത്തോളം ജനനിബിഡമാണ് അവിടെ? പള്ളി പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് ഈ മൃതദേഹം ആദ്യം എത്തുക. അവിടെ വലിയ സഞ്ചയം തന്നെയുണ്ട്. ഈ പള്ളി ഹാൾ, അവിടെ ഈ ചടങ്ങുകൾ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ, അവസാനഘട്ട പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്ന പള്ളി ഹാൾ ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിയിരുന്നു. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ ചടങ്ങുകൾ കൂടി പള്ളിയിൽ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ സെമിത്തേരിയിലേക്ക് ഈ ഒരു മൃതദേഹം എത്തിക്കുക. തുടർന്ന് ഇവിടെയും ചെറിയ ശുശ്രൂഷ ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും, ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അതിനുശേഷം ഈ 1025 നമ്പർ കല്ലറയിലേക്ക് KM മാണി എത്തും. ഒരുപക്ഷെ KM മാണി ഇതുവരെ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ മുഖം ഇനി മറയുകയാണ്. KM മാണി ഓർമ്മകൾ മാത്രമാവുകയാണ്. വളരെ വികാരഭരിതമായ കാഴ്ചകളാണ് പാലായിൽ നിന്നും നൽകാനുള്ളത്. KM മാണിയുടെ സംസ്കാരം അല്പസമയത്തിനകം സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും. ശ്യാം ദേവരാജും ശ്രീജിത്തും തുടരും. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് അറസ്റ്റിൽ. ലണ്ടനിൽ ഇക്വഡോറിയൻ എംബസിയിൽ നിന്നാണ് ലണ്ടൻ പോലീസ് ജൂലിയൻ അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തത്. 7 വർഷമായി ഇക്വഡോറിയൻ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയായിരുന്നു ജൂലിയൻ അസാഞ്ച്. വിവിധ രാജ്യങ്ങളിൽ ജൂലിയൻ അസാഞ്ചിനെതിരെ കേസുകൾ നിലവിലുണ്ട്. അതിപ്രധാന രഹസ്യരേഖകൾ പരസ്യമാക്കിയതിന് അമേരിക്ക അസാഞ്ചിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതികളിൽ സ്വീഡനും കേസെടുത്തിട്ടുണ്ട്. 2010
ബ്രിട്ടീഷ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയ അസാഞ്ചിന് പിന്നീട് ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യ ചട്ടങ്ങൾ ലംഘിച്ച് എന്ന കുറ്റത്തിനാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എത്രത്തോളം ഗൗരവതരമാണ് ഈ അറസ്റ്റ്? എപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? വിശദാംശങ്ങൾ. അശ്വതി, നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ലോകമെന്നും വിവാദ പുരുഷനാണ് ജൂലിയൻ അസാഞ്ച്. അമേരിക്കയുടെ അതിപ്രധാനമായ രഹസ്യരേഖകൾ, യുദ്ധരഹസ്യങ്ങൾ അടക്കം പരസ്യമാക്കിയതിന് അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലവിലുണ്ട്. 2006 അദ്ദേഹം സ്ഥാപിച്ച വിക്കി ലീക്സിലൂടെ അതുവരെ ലോകം കാണാത്ത തരത്തിലുള്ള ഞെട്ടിക്കുന്ന രഹസ്യരേഖകളാണ് പുറത്തു വന്നത്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വിവിധ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനും പോലും കടുത്ത പോറലേൽപ്പിച്ചവയായിരുന്നു വിക്കി ലീക്സ് രേഖകൾ. ഇതിനെ തുടർന്ന് ജൂലിയൻ അസാഞ്ചിനെതിരെ അമേരിക്ക നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ സ്വീഡനിൽ ചില ലൈംഗിക പീഡന ആരോപണങ്ങളും ജൂലിയൻ അസാഞ്ചിനെതിരെ ഉയർന്നിരുന്നു. കടുത്ത പ്രതിഷേധം അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിലും ജൂലിയൻ അസാഞ്ചിനെതിരെ ഉയർന്നു. അതേസമയം തന്നെ അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ പൊതുജന പ്രസക്തി ഉള്ളവയാണെന്നും അവ അമേരിക്കയുടെ പല ക്രൂരതകളും പുറത്തു കൊണ്ടുവന്നത് ആ രേഖകളാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പൗരാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശവാദികളും ജൂലിയൻ അസാഞ്ചിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. ഇങ്ങനെ വിവാദ പുരുഷനായി മാറിയ ജൂലിയൻ അസാഞ്ച് ബ്രിട്ടനിൽ ഇക്വഡോറിയൻ എംബസിയിൽ 2012 രാഷ്ട്രീയ അഭയം തേടുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഇക്വഡോർ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയിരുന്നു. എന്നാൽ ശരി, അബ്ദുൾ റഷീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 നേതാ ആപ്പ് സർവേ. ന്യൂസ് 18ഉം നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം: വയനാടിനെതിരെയുള്ള അമിത്ഷായുടെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം നേതാ ആപ്പിലൂടെ രേഖപ്പെടുത്താം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.